ശ്രീ LK അഡ്വാനിക്ക് ഭാരത് രത്ന അവാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അപൂർവമായി നൽകപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു വർഷം 3 പേർക്ക് നൽകാമെങ്കിൽ പോലും അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ നൽകപ്പെടാറുള്ളൂ. ഏവർക്കും സുസമ്മതനായ, യാതൊരു കോൺട്രവേഴ്സിയും ഇല്ലാത്ത, ഇന്ത്യക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത മഹാനുഭാവന്മാർക്കേ നൽകിയിട്ടുള്ളൂ. ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ CV രാമൻ, നെൽസൺ മണ്ടേല, APJ അബ്ദുൽ കലാം, സച്ചിൻ ടെണ്ടുൽക്കർ, മദർ തെരേസ, ഇങ്ങനെയുള്ള വിശ്വപ്രസിദ്ധരായ ആളുകൾക്കാണ് സാധാരണയായി ഭാരത് രത്ന അവാർഡ് നൽകപ്പെടുന്നത്. പക്ഷേ ഈ വർഷം 2 പേർക്ക് നൽകപ്പെട്ടു. ഒന്ന് കർപ്പൂരി താക്കൂർ, മുൻ ബീഹാർ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി താക്കൂർ. ശ്രീ കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന നൽകുന്നത് ശ്രീമാൻ നിതീഷ് കുമാറിനെ ചാക്കിൽ കയറ്റാനാണ് എന്ന് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വല്ലതും ആലോചിച്ചതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. നിതീഷ് കുമാർ NDA പാളയത്തിലെത്തി. പിന്നെ ലാൽകൃഷ്ണ അഡ്വാനി മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. രഥയാത്ര നടത്തി ബാബറി മസ്ജിദ് പൊളിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്തൊരു മഹാത്മ്യമാണുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ നൽകിയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഉദാഹരണത്തിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ എന്തെങ്കിലും. ഭാരത് രത്ന നൽകപ്പെടുവാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ സ്ഥിരമായി നൽകപ്പെട്ടാൽ ഭാരത് രത്ന അവാർഡിന്റെ സ്ഥാനം പത്മശ്രീ പോലെ ആയിത്തീരും. മമ്മൂട്ടിയുടെ പ്രാഞ്ചിയേട്ടൻ കണ്ടതിൽ പിന്നെ പത്മശ്രീക്ക് നല്ല മതിപ്പാണ്. രാഷ്ട്രീയക്കാർക്ക് നൽകാനായിരുന്നെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ എത്രയേറെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, അങ്ങനെ എത്രയെത്രയും ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊന്നും നൽകപ്പെട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 2 പേർക്കും നൽകിയത് രാഷ്ട്രീയ കാരണങ്ങളാണ് എന്നുള്ളത് സുവ്യക്തമാണ്, ഒരു സംശയവുമില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സവർക്കറിനോ ഭാവിയിൽ ഗോഡ്സേക്ക് വരെയോ ഭാരത് രത്ന നൽകിയാൽ അത്ഭുതപ്പെടാനില്ല. ഭാരതത്തിൽ ഗോഡ്സേക്കുള്ള പിന്തുണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം കാലിക്കട്ട് NITയിലെ ഒരു അധ്യാപിക ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് FB പോസ്റ്റ് ഇട്ടു. അവർക്കെതിരെ കേസെടുത്തു, കേരളത്തിലായതുകൊണ്ട്. UP-യിലെ മറ്റോ ആയിരുന്നെങ്കിൽ താമരപത്രം നൽകി ആദരിച്ചേനെ. അതായിപ്പോ ഇന്ത്യയിലെ അവസ്ഥ. സവർക്കർ പിന്നെ BJP-ക്കാരുടെ പ്രിയ നേതാവാണ്. നമ്മൾ ഓർക്കണം, സവർക്കർ എന്ന് പറയുന്നത് ഗാന്ധി മതത്തിലെ പ്രതിപ്പട്ടിയിലുള്ള ആളാണ്. 5-ാം പ്രതി. ശിക്ഷ കിട്ടിയില്ല, കാരണം തെളിവുകളുടെ അഭാവം. അതല്ലാതെ അദ്ദേഹം നിരപരാധിയാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഏതാണെങ്കിലും സമൂലമായ ഒരു മാറ്റം പ്രകടമാണ്. ഇതെവിടം വരെ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം. ലാൽകൃഷ്ണ അഡ്വാനിക്ക് എല്ലാ ഭാവുകങ്ങളും.